ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 3 ശ്ലോകം 9. ആർത്തപ്രലാപം അല്ലെങ്കിൽ ഭക്തി പ്രാർത്ഥന. ഒരു ആർത്തൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ആളുടെ ആവലാതി പറച്ചിൽ തന്നെയാണ് ഈ ദശകം മുഴുവനും. അതിലിപ്പോൾ 9ാമത്തെ ശ്ലോകമാകുമ്പോഴേക്കും കുറച്ചും കൂടിയും അധികമായിട്ട് ഭഗവാനോട് ഒരു അടുത്ത സുഹൃത്തിനോട് പരാതി പറയുന്നത് പോലെ ചോദിക്കുകയാണ്. അങ്ങയെ പ്രാർത്ഥിക്കാത്ത, അങ്ങയിലേക്ക് മനസ്സ് തിരിക്കാത്ത ആൾക്കാർക്ക് എത്രയോ പേർക്ക് സുഖമായിട്ട് ഇവിടെ കഴിയാൻ സാധിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. എന്നിട്ട് എപ്പോഴും ഭഗവാനെ സ്നേഹിക്കുന്ന, ഭജിക്കുന്ന എനിക്കെന്താണ് ഇങ്ങനെ? അത് അങ്ങേക്ക് തന്നെ അകീർത്തികരമാണ്. അതുകൊണ്ട് എന്നെ വേഗം അസുഖമൊക്കെ മാറ്റി അവിടുത്തെ ഭക്തനാക്കി തീർത്തോളൂ. അങ്ങേക്കും കീർത്തികരം അതാണ്. അങ്ങനെ അത്രയും അടുപ്പമുള്ള ഒരാളോട് എന്നതുപോലെയാണ് ഈ ശ്ലോകം പറയുന്നത്. 9ാമത്തെ ശ്ലോകം വായിക്കാം. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോബി സുഖിനോ ഭവത് സ്നേഹി സോഹം സുബഹുപരിതപ്യേച കിം ഇദം അകീർത്തിസ്തേ മാ ഭൂവരദ ഗദഭാരം പ്രശമയൻ ഭവത് ഭക്തോത്തംസം ജഡിതി കുരുമാം കംസദമന. അർത്ഥം നോക്കാം. മരുദ്ഗേഹാധീശ, അല്ലയോ വാതാലയ അധിപനായിട്ടുള്ള ഗുരുവായൂരപ്പ. ത്വയി ഖലു, അങ്ങയിൽ, ഖലു തീർച്ചയായിട്ടും, പരാഞ്ജോ അഭി സുഖിന, പരാഞ്ജോ എന്ന് പറഞ്ഞാൽ പുറംതിരിഞ്ഞിരിക്കുന്നവർ, ഭഗവാനെ ശ്രദ്ധിക്കാതെ യാതൊരു ഭക്തിയുമില്ലാതെ നിരീശ്വരവാദികളായവർ പോലും ഈ ഭൂമിയിൽ എത്ര പേരാണ് സുഖമായിട്ട് കഴിയുന്നവരുള്ളത്? സുഖിന. ഭവൽ സ്നേഹീസോഹം, ഞാനാവട്ടെ അങ്ങയെ വളരെയധികം സ്നേഹിക്കുന്ന ആളാണ്. സുബഹു പരിതപ്യേച, ഞാൻ വല്ലാതെ ബഹുവിധത്തിൽ പരിതാപം ഉണ്ടാവുകയും ചെയ്യുന്നു. എനിക്ക് വല്ലാത്ത വിഷമമാണ് എനിക്കുള്ളത്. എന്നാൽ ഭക്തി ഇല്ലാത്ത എത്രയോ ആൾക്കാർ ഇവിടെ സുഖമായിട്ട് കഴിയുന്നുണ്ട്. കിമിതം, എന്താ കൃഷ്ണ ഇങ്ങനെ ചെയ്യണത്? അകീർത്തിസ്തേ മാ ഭൂത്, തേ അകീർത്തി മാ അഭൂത്, അങ്ങേക്ക് അകീർത്തി വരരുത് കേട്ടോ എന്ന് പറയുന്നു. ഇങ്ങനെ ആയാൽ അങ്ങേക്ക് അകീർത്തി വരും, അത് പാടില്ല. അകീർത്തി തേ, അവിടേക്ക്, മാ അരുത്, മാ അഭൂത് വരരുത്. ഗദഭാരം പ്രശമയൻ, അതുകൊണ്ടെങ്കിലും എൻ്റെ ഗദം, അസുഖങ്ങളുടെയൊക്കെ ഒരു വിഷമമൊക്കെ മാറ്റിത്തരൂ. ഭവത് ഭക്തോത്തംസം ജഡിതി കുരുമാം, എന്നെ ജഡിതി വേഗത്തിൽ തന്നെ അവിടുത്തെ ഉത്തമ ഭക്തനാക്കി തരൂ. കംസദമന, ദുഷ്ടനിഗ്രഹ, കംസനെ വധിച്ച ആളല്ലേ അങ്ങ്, അത്രയും ബുദ്ധിമുട്ടൊന്നും എൻ്റെ അസുഖം മാറ്റാനില്ലല്ലോ എന്ന് അത്രയ്ക്കും അടുപ്പമായിട്ടാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഭട്ടതിരിപ്പാടിനെ അറിയുന്നത് തന്നെയാണ് ഭഗവാനല്ല അസുഖം വരാൻ കാരണം, അവനവൻ തന്നെയാണ്. നമുക്കത് അനുഭവത്തിലില്ലാന്നേ ഉള്ളൂ. പൂർവ്വജന്മങ്ങളൊക്കെ നമ്മൾ മറന്നു പോയത് കൊണ്ടാണ്, അവിടെ നിന്ന് വന്നിട്ടുള്ള പ്രാരബ്ധം കൊണ്ടാണ് ഈ രോഗങ്ങൾ വരുന്നതെന്നും അത് അനുഭവിക്കുക, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ, അനുഭവിച്ചിട്ട് തന്നെ മാറുള്ളൂ എന്നതൊക്കെ അറിയാം. എന്നാലും ശരിക്കും നമ്മളെല്ലാ കാര്യവും ഭഗവാനിൽ അങ്ങോട്ട് അർപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഭഗവാൻ നോക്കിക്കോളും എല്ലാതും, നമ്മളുടെ മനസ്സിന് ശക്തി തരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ്. അസുഖവും ക്ലേശവും ഒന്നും പ്രശ്നമേ അല്ലാതാകും. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അത്രയും ശക്തമാവുകയാണ് വേദന. മേലൊക്കെ വാദം കൊണ്ടുള്ള കുത്തലും വിഷമവും ഒക്കെ അധികമായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആർത്തപ്രലാപം എന്ന് പറയാം. മനസ്സ് തുറന്ന് അവലാതിയൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അത്ര അടുപ്പത്തോടു കൂടി ഭട്ടതിരി ഭഗവാനോട് പറയണത്. മരുദ്ഗേഹാദീശ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ. അതുപോലെ തന്നെ വേറൊരർത്ഥമുള്ളത് പഞ്ചപ്രാണങ്ങൾ, വായുക്കൾ നയിക്കുന്നതായിട്ടുള്ള നമ്മളുടെ ശരീരത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന അല്ലയോ ഭഗവാനെ, നമ്മളുടെ ചൈതന്യമായി നമ്മളെ നയിക്കുന്ന ഭഗവാനെ,
അങ്ങയോട് യാതൊരു ഭക്തിയില്ലാത്തവർ എത്രയോ ആളുകൾ ഒരു രോഗമോ വിഷമോ ഇല്ലാണ്ട് സുഖമായി നടക്കുന്നു. എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഞാൻ എപ്പോഴും അങ്ങയെ തന്നെ ഭജിക്കുകയാണ്. എന്നിട്ടും എനിക്ക് എണീറ്റ് നിൽക്കാൻ വയ്യ, നാമം ജപിക്കാൻ വയ്യ. ഈ വാതരോഗമാണ് ഇതിനൊക്കെ കാരണം. അത് അങ്ങ് മാറ്റിത്തരുക തന്നെ വേണം. അല്ലെങ്കിൽ ആൾക്കാർ പറയും, എന്താ പറയുക, ആ മേൽപ്പത്തൂരിനെ നോക്കൂ, രാവും പകലും ഗുരുവായൂരപ്പനെ ചിന്തിച്ച് രോഗം മാറ്റിത്തരണേ എന്നൊക്കെ പറയുന്ന ആളാണ്. എന്നിട്ട് രോഗത്തിന് വല്ല ശമനം ഉണ്ടോ? പിന്നെ എന്തിനാ നമ്മളൊക്കെ അങ്ങനെ ഭക്തിയും കൊണ്ട് നടക്കണത് എന്ന് പറയില്ലേ? അപ്പോൾ ആർക്കാ പേര് ദോഷം? അത് വേണ്ടെങ്കിൽ വേഗത്തിൽ മാറ്റി തന്നോളൂ. അങ്ങനെ അത്രയും അടുപ്പം ആയിട്ട്, അത്രയും സ്നേഹിതനോട് എന്നതുപോലെയാണ് പറയണത്. എപ്പം മാറ്റണം? ഉടനെ തന്നെ, ഝടിതി തന്നെ. എനിക്കിനി ഇത് സഹിക്കാനാവില്ല, ഇനിയും വൈകരുതേ. അങ്ങ് വരദാ എന്നാണ്. വരം നൽകുന്നവനല്ലേ, എന്താണോ ഇഷ്ടം അത് സാധിപ്പിക്കുന്നവനല്ലേ എന്നെ. എന്നിട്ട് ഭഗവത് ഭക്തോത്തംസം, ഏറ്റവും ഉത്തമനായ ഭക്തനാക്കി എന്നെ മാറ്റണം. അങ്ങ് കംസദമനനല്ലേ, ദുഷ്ടനിഗ്രഹം സദാ ചെയ്യുന്നവനല്ലേ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം എന്നല്ലേ അങ്ങയുടെ അവതാരിക്കുന്നതിൻ്റെ കാരണം പറയുന്നത് തന്നെ അങ്ങനെയല്ലേ. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അങ്ങ് എത്ര അസുരന്മാരെ വധിച്ചു. കംസനെ വധിക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കംസൻ തൻ്റെ മന്ത്രിസഭയിലെ ആൾക്കാരെയൊക്കെ പറഞ്ഞയച്ചുല്ലോ. ശകടാസുരൻ, ബഗാസുരൻ, നഖാസുരൻ, ധേനുകാസുരൻ, അങ്ങനെ വനിതാ മന്ത്രിയായിട്ടുള്ള പൂതനയെ പറഞ്ഞയച്ചു. അങ്ങനെയുള്ളവരൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് വധിച്ചത്. എന്നിട്ടെന്താ ഇത് ഇത്ര നിസ്സാരമായിട്ടുള്ള, അതിനേക്കാളൊക്കെ അത്രയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ, എന്നിട്ടും എന്താണ് ചെയ്യാത്തത് എന്നൊരു ആവലാതി പറച്ചിലാണ് ഈ 9ാമത്തെ ശ്ലോകം. ഒന്നുകൂടി വായിക്കാം. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോ വിസുഖിനോ ഭവത് സ്നേഹി സോ അഹം സുബഹു പരിതപ്യേ ച കിമിദം അകീർത്തിസ്തേ മാ ഭൂവരദ ഗദഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ഝടിതി കുരു മാം കംസദമന. ഇത്രയും പറഞ്ഞപ്പോൾ മേൽപ്പത്തൂരിന് തോന്നി അടുത്ത ശ്ലോകമാണ് ഇനി പറയാൻ പോകുന്നത്. എന്തിനാ ഞാൻ ഇങ്ങനെ പറയണത്? എൻ്റെ ഭക്തി എപ്പോഴാണോ രോഗത്തിനേക്കാളും അധികമാവണത് അതുവരെ ഞാൻ എന്നെ കൊണ്ട് സാധിക്കാവുന്നത് പോലെ ഭഗവാനെ ഭജിക്കുക തന്നെയാണ് ചെയ്യണത് എന്ന് പറഞ്ഞു. അതാണ് ഈ ശ്ലോകം, 10ാമത്തെ ശ്ലോകം, ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം. കിമുക്തൈർഭൂയോഭി തവ കരുണായാവദുദീയാത് അഹം താവത് ഏവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നതിനുതി നിഷേവാ വിരചയൻ. കിമുക്തൈർഭൂയോബി. അയ്യോ, ഞാൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് എന്ന് തോന്നി. ഇത്രയധികം ഒക്കെ പറയുന്നത് എന്തിനാണ്? കിം ഉക്തൈർഭൂയോബി, ഇത്രയധികം പറയേണ്ട ആവശ്യമുണ്ടോ? തവ ഹി കരുണ യാവത് ഉദിയാത്, എന്നാണോ എപ്പോഴാണോ, അതാണ് യാവത്, എപ്പോഴാണോ അവിടുത്തെ കരുണയാൽ എൻ്റെ അസുഖം മാറണത്, അവിടുത്തെ കരുണ എൻ്റെ മേൽ എപ്പോഴാണോ പ്രവേശിക്കുന്നത്, താവത് അഹം ഏവ, അതുവരെ ഞാൻ ഒരു കാര്യം ചെയ്യും. പ്രഹിത വിവിധ അർത്ഥ പ്രലപിത. പ്രഹിത എന്ന് പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഈ ആർത്തപ്രലാപമൊക്കെ ഞാനിതാ ഉപേക്ഷിക്കുന്നു. ഇനി ഞാൻ അങ്ങയെ ഈ ആവലാതി പറഞ്ഞ് വിഷമിപ്പിക്കില്ല. പ്രഹിത വിവിധ ആർത്തപ്രലപിത, കുറേ തരത്തിൽ ഞാനിപ്പോൾ സങ്കടം പറഞ്ഞുല്ലോ, ഇനി ഞാനത് പറയില്ല. ആ പറച്ചിൽ ഞാൻ നിർത്താണ്. പുരക്ലിപ്തേ പാദേ വരദ തവ, എൻ്റെ മുന്നിൽ പുര വിളങ്ങുന്നതായിട്ടുള്ള തവ പാദം, അവിടത്തെ പാദങ്ങളിൽ, നേഷ്യാമി ദിവസാൻ, എൻ്റെ ദിവസങ്ങൾ അങ്ങനെ ഞാൻ കഴിച്ചുകൂട്ടും. യഥാശക്തി വ്യക്തം നതി നുതി നിഷേവാ വിരചയൻ, എൻ്റെ ശക്തിക്കൊത്ത പോലെ, എൻ്റെ ശരീരം അനുവദിക്കുന്നത് പോലെ ഞാൻ എന്നും ദിവസവും നതി നുതി നിഷേവ, നദി എന്ന് പറഞ്ഞാൽ നമസ്കാരം, നുതി എന്ന് പറഞ്ഞാൽ സ്തുതി, നിഷേവ പലതരത്തിലുള്ള പൂജകൾ. അപ്പോൾ എനിക്ക് എണീറ്റ് നടക്കാൻ വയ്യ, നമസ്കരിക്കാൻ വയ്യ, എന്നാലും എൻ്റെ മനസ്സിൽ അവിടുത്തെ ആ വിഗ്രഹത്തിനെ ഞാൻ ഉറപ്പിച്ചിട്ട്
മാനസികമായിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ, അതാണ് യഥാശക്തി എന്നുള്ള ആ വാക്ക് വളരെ പ്രധാനമാണ്. നമസ്കാരം ചെയ്യും ഞാൻ, സ്തുതിക്കും ഞാൻ, പൂജകളും വേണ്ടതുപോലെ എന്നും നിഷേവ ഒട്ടും മുടക്കം വരുത്താതെ ഞാൻ ചെയ്യും. നിഷേമ്യ ദിവസാൻ, നിഷേവ എന്ന് പറഞ്ഞാൽ പൂജകളും ചെയ്യും. അങ്ങനെ ഞാൻ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിക്കൊള്ളാം. അപ്പോൾ വിഷമത്തിനേക്കാളേറെ ശക്തമായിട്ടുള്ള ഭക്തി തന്നെ ഇവിടെ ജയിച്ചു. നമുക്കും ആ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. യഥാശക്തി ഭജിക്കേ വേണ്ടൂ. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം അതൊക്കെ തന്നാൽ മതി, ഒരു തുള്ളി വെള്ളം എൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. അതും പറ്റില്ലെങ്കിൽ മനസ്സാൽ എങ്ങനെയെങ്കിലും ഒരു പത്രം കൊണ്ടുവയ്ക്കുക, തുളസിയുടെ ഇലയോ പുഷ്പമോ എന്തെങ്കിലും. അത് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ആനയോ സ്വർണ്ണമോ വലിയ വഴിപാടോ ഒന്നും വേണ്ട എനിക്ക് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. നദി നുതി നിഷേവ, സാധിക്കുന്നത് പോലെ നമസ്കാരം ചെയ്യുക, സ്തുതി ഭജന അതൊക്കെ ചെയ്യുക, പൂജകളും ചെയ്യുക. ഇപ്പോൾ എനിക്ക് 4 മണിക്കൊന്നും എണീച്ച് പറയണത് പോലെ നാമം ജപിക്കാനോ ഒന്നും പറ്റണില്ലെങ്കിൽ വേണ്ട. വ്രതങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, ഏകാദശിയൊന്നും നോൽക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, വേണ്ട. മേൽപ്പത്തൂര് വഴി അത് നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ അവനവന് യഥാശക്തി എത്ര മാത്രം പറ്റുമോ അത്രേ ചെയ്യണ്ടൂ എന്നാണ്. അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ മേൽപ്പത്തൂര് വഴി ഭഗവാന്റെ കീർത്തി വർദ്ധിക്കുക തന്നെയാണ് ചെയ്തത് അല്ലേ. ഇത്ര ക്ലേശം അനുഭവിച്ചിട്ടും ഭക്തി തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. വേദനയ്ക്ക് മേൽപ്പത്തൂരും കീഴടങ്ങിയിട്ടില്ല. ഭാഗവതത്തിലെ പരീക്ഷിത്തും ഇതുപോലെ തന്നെയാണ്. ആകെ 7 ദിവസമുള്ളൂ ആയുസ് എന്ന് പറഞ്ഞു. ലോകം മുഴുവനും ആദരിക്കുന്ന ശ്രേഷ്ഠനായ ചക്രവർത്തി മഹാരാജാവായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയത്താണ് പറയണത്. പെട്ടെന്നൊന്ന് വിഷമിച്ചു, പേടിച്ചു. എങ്കിലും പിന്നീട് ഭക്തിയിലൂടെ അദ്ദേഹം ശക്തനായി. ഏത് തക്ഷകനും വന്ന് എന്നെ കടിച്ചോട്ടെ, എനിക്ക് ഭഗവാന്റെ കഥകൾ പാടിത്തരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാൻ അർജുനനോട് എന്താ പറഞ്ഞത്? ഹൃദയം ദുർബലമാവരുത്. നീ എന്ത് തന്നെ അവസരം വന്നാലും, എന്ത് അഭിമുഖീകരിക്കേണ്ടി വന്നാലും ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത ഉത്തിഷ്ഠ എന്നാണ് പറഞ്ഞത്. ഹൃദയ ദൗർബല്യം